നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താ നിമിഷം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ അസാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷ MLA-മാർ. വാച്ച് ആൻഡ് വാർഡുമായി കയ്യാങ്കളി. നാല് പ്രതിപക്ഷ MLA-മാർക്ക് പരിക്ക്. പ്രതിഷേധം സ്പീക്കർ ഓഫീസിൽ ഇല്ലാത്ത സമയത്ത്. മുഖ്യമന്ത്രിയുടെ അഹങ്കാരം പാരമ്യത്തിലെന്ന് പ്രതിപക്ഷം. ബ്രഹ്മപുരത്ത് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. പ്ലാന്റിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനം അന്വേഷിക്കും. ബ്രഹ്മപുരത്ത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. പ്ലാന്റിന്റെ ആരംഭം മുതലുള്ള എല്ലാ നടപടികളും സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തും. പ്രസ്താവനയ്ക്കിടെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. മന്ത്രി മുഹമ്മദ് റിയാസ് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളെന്ന് VD സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് മന്ത്രിയുടെ മറുപടി. ബ്രഹ്മപുരത്തെ ബയോമൈനിംഗ് പൂർണ്ണ പരാജയമെന്ന് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. തീപിടുത്തമുണ്ടായത് കൊച്ചി കോർപ്പറേഷന്റെ പരാജയം മൂലം. മാലിന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്കരിച്ചില്ലെങ്കിൽ വീണ്ടും തീപിടുത്തത്തിന് സാധ്യതയെന്നും റിപ്പോർട്ട്. അദാനി രാഹുൽ വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ED ഓഫീസിലേക്ക് പ്രതിപക്ഷ MPമാരുടെ മാർച്ച്. അതിർത്തി തർക്കത്തിൽ US ഇന്ത്യയ്ക്കൊപ്പം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് അമേരിക്ക. ചൈന തൽസ്ഥിതി ലംഘനം നടത്തുന്നതായി അമേരിക്ക. മക്മഹോൻ രേഖ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിയന്ത്രണ രേഖയെന്ന് സെനറ്റ് പ്രമേയം.